കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. ഈ പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥമല്ലേ? അല്ല, ഇത് ശരിയാണെന്നല്ലേ? കണ്ടാലും കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. അത് പറയാ ഇത് ശരിയാണെന്നല്ലേ? അല്ല, അത് ശരി. അതങ്ങനെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടല്ലേ കാണുന്നത്? അല്ല, അതും കൂടി പറയുന്നുണ്ടെങ്കിലേ നമുക്കത് കൂട്ടി വെക്കാലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാലോ, എന്താ നിങ്ങൾ ബേജാറാകുന്നു? ഞാൻ പറയുന്നത്, ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ. എത്ര സമയമായി ഇപ്പൊ പറഞ്ഞു? 1 മണിക്കൂർ. 1 മണിക്കൂറോളം. അപ്പൊ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഏത് ചാനലാ? റിപ്പോർട്ടർ ചാനലാണ്. റിപ്പോർട്ടർ അല്ല, ഇപ്പൊ എല്ലാ ചാനലും ചിരിക്കുമല്ലോ, എന്തായാലും ചിരിക്കുമല്ലോ, എല്ലാരും പറഞ്ഞിരിക്കല്ലേ. അതുകൊണ്ട് കുഴപ്പമില്ല. മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. ഒരു മാറ്റവും ഇല്ലല്ലോ. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. ഒരു പ്രശ്നമാണ്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ഈ SDRFന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, കുറച്ച് നാളായി പറയണമെന്ന് വിചാരിച്ചിരുന്ന കുറെ കാര്യങ്ങൾ ഞാനിപ്പോ ഇവിടെ വെച്ച് പറയാൻ പോകും. അത് വെച്ചുകൊണ്ടുള്ള കണക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. പക്ഷേ അതിന് മാറ്റം വേണം. അതുകൊണ്ടാണ് സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് പറയുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഈ തുകയെല്ലാം നമ്മൾ കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഇതൊന്നും തള്ളുന്ന നില സ്വീകരിച്ചിട്ടില്ല. എല്ലാം കറക്റ്റാണല്ലേ? അന്ന് പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയായിട്ടുള്ളതാണ്. ഞങ്ങളുടെ ടീം അവിടെയുണ്ട്. അവർ പരിശോധിക്കട്ടെ. പരിശോധിച്ചതിന് ശേഷം, വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾ നടപടി സ്വീകരിക്കും. ഇങ്ങനെ എൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റൂ. ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. നിനക്ക് നല്ല ഭാവി ഉണ്ട് കേട്ടാ. പക്ഷെ അത് വൈകുന്നു. ആ വൈകുന്ന കാര്യവും ഒരു മാധ്യമവും പറയുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇന്നൊരു എണ്ണം കെട്ട ദിവസം തന്നെ.